എൻ്റെ പേര് റോസി. ഞാൻ പെരുമ്പാവൂർ തുരുത്തിയിൽ നിന്നുള്ള സ്ഥലത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൾ കഴിഞ്ഞ മാസം 29-ാം തീയതി ജർമ്മനിക്ക് പോകാനിരുന്നതാണ് മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൾക്ക് പോകാൻ സാധിച്ചില്ല. കാരണം 1-ാം തീയതി മുതൽ അവൾക്ക് തലവേദനയായിരുന്നു. നമ്മൾ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവിടെ സൈനസൈറ്റിസ് ആണെന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അത് കുറവില്ലാഞ്ഞിട്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തീരെ ഇവള് മോശമായ ഒരു സ്ഥിതിയിലേക്ക് പോയി. ആ അവസ്ഥയിൽ നമ്മൾ സെപ്റ്റംബർ 17-ാം തീയതി ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എമർജൻസി ആയിട്ട് MRI ചെയ്തപ്പോൾ മെനഞ്ചൈറ്റിസ് ആണ് കണ്ടുപിടിക്കുകയും നട്ടെല്ല് കിഴിച്ച് പരിശോധന എടുക്കണമെന്ന് പറഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം പരിശോധിച്ചപ്പോൾ മെനഞ്ചൈറ്റിസിൻ്റെ തുടക്കമാണ്. 14 ദിവസം ഇവിടെ കിടന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അതിനുശേഷം പറയാം. പക്ഷേ 3 ദിവസത്തെ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം നട്ടെല്ല് കിഴിച്ചുള്ള പരിശോധന റിപ്പീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കൊച്ചിന് മരുന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ LP ചെയ്തു. അതിനുശേഷം ഏറ്റവും കൂടിയ ആൻറ്റിബയോട്ടിക് 6 മണിക്കൂർ ഇടവിട്ട് കൊച്ചിന് കൊടുക്കാൻ തുടങ്ങി. പക്ഷേ കൊച്ചിന് നല്ല പനിയും കഠിനമായ തലവേദനയാണ്, നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു തലവേദന. അങ്ങനെ 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് നമുക്കൊന്നും കൂടെ നട്ടെല്ല് കിഴിച്ച് പരിശോധിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3-ാമത്തെ ദിവസം പരിശോധിച്ചപ്പോൾ സെൽ കൗണ്ട് കുറഞ്ഞു. 500 ഉണ്ടായിരുന്നത് 350 പക്ഷേ ഇവൾക്ക് തലവേദന അപ്പോഴും ഉണ്ട്. എന്നാലും നമുക്കിത് 14 ദിവസം കണ്ടിന്യൂ ചെയ്ത് നോക്കാം, ഈ സെയിം മെഡിസിൻ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ 14 ദിവസം ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്ത് തലവേദനയ്ക്ക് ഒരു ആശ്വാസമായി. 17-ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞതിന് തലേദിവസം വന്ന് പറഞ്ഞ് നാളെ നമുക്ക് ഡിസ്ചാർജ് ആകാമെന്ന്. പക്ഷേ ആ പറഞ്ഞു പോയി അന്ന് വൈകിട്ട് കൊച്ചിന് പിന്നെയും പനിക്കുണ്ടായി. 3 ദിവസം അങ്ങനെ പനിച്ച് അവിടെ പിന്നെ നമ്മൾ കിടന്ന് 19-ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു എന്നാൽ ഇവളെ വീട്ടിൽ കൊണ്ടുപോക്കോ, നിങ്ങൾ വാടി കിടന്ന് ക്രോസ് ഇൻഫെക്ഷൻ കിട്ടുന്നതായിരിക്കും, വീട്ടിൽ കൊണ്ടുപോയി നോക്കെ കുറയുമായിരിക്കും എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ഭയങ്കര സങ്കടത്തോടുകൂടി പിന്നെ നമ്മൾ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നിട്ട് ഇവളെ ഞാൻ കുളിപ്പിക്കുമ്പോൾ ഒക്കെ ഇവൾക്ക് പിന്നെയും പനിക്കുകയാണ്. അങ്ങനെ പനി ആയപ്പോഴത്തേക്ക് ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ കൊച്ചിൻ്റെ പനി മാറുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു പാരസെറ്റാമോൾ അധികം കൊടുക്കണ്ട, ഇവളെ തുടച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തുടച്ച് കൊടുത്തിട്ട് ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കൊച്ചിൻ്റെ പനി കുറയുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്നാൽ വേഗം അഡ്മിഷൻ ആവാൻ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ച് 2-ാമത് ലിസിയിൽ ചെന്നു. ജനറൽ മെഡിസിനെ കാണാൻ പറഞ്ഞു. ജനറൽ മെഡിസിൻ്റെ ഡോക്ടറെ നമ്മൾ കണ്ടു. പുള്ളിക്കാരൻ കൊച്ചിനെ കണ്ടപാടെ പറഞ്ഞു വേഗം അഡ്മിറ്റ് ആക്കിക്കോ, കുറേ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മുമ്പ് ചെയ്ത എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും റിപ്പീറ്റ് ചെയ്തപ്പോൾ റിസൾട്ടുകളെല്ലാം നോർമലാണ്. പക്ഷേ 3 ദിവസം പിന്നെ കൊച്ചിന് പനിച്ചില്ല. 4-ാമത്തെ ദിവസം 104, 103 ഈ ഒരു പനിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റവേ വരുന്നില്ല. രാത്രിയും പകലും മൊത്തം ഞാനിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് പാരസെറ്റാമോൾ ഏറ്റവും കൂടിയ ആൻറ്റിബയോട്ടിക് കൊടുത്ത കാരണം പാരസെറ്റാമോൾ അധികം കൊടുക്കണ്ട, തുടച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ വാർഡിലാണ്, 15 പേരുള്ള വാർഡിലാണ് കിടക്കുന്നത്. ഞാനും എൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരു ചേച്ചിയും മാത്രമേ രാത്രിയിൽ ഉറക്കമില്ല. അതും ഒരു 17 വയസ്സുള്ള കുട്ടിയാണ്. അതിനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഉണർന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ചേച്ചിയാണ്. അത് വന്ന് എനിക്ക് കൃപാസനത്തിലെ തേൻ തന്നിട്ട് പറഞ്ഞു ഇത് കൊച്ചിനൊന്ന് കൊടുത്ത് നോക്കാം റോസി, അപ്പം ചിലപ്പം മാറുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അടുത്ത് ഉപ്പും പിന്നെ കാശ് രൂപമൊക്കെ ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്. പക്ഷേ എനിക്ക് ആ ഒരു ടെൻഷനിൽ ഇതിൻ്റെ ഒന്നും ഓർമ്മ വന്നില്ല. പക്ഷേ ആ ചേച്ചി കൊണ്ട് തന്നപ്പോൾ ഞാൻ ഇവൾക്ക് തേനും കൊടുത്തു, ഉപ്പും എടുത്തു. ഇവൾ തേങ്ങാവെള്ളം മാത്രമേ കുടിക്കത്തുള്ളായിരുന്നു, ആഹാരമൊന്നും കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കരിക്കും വെള്ളത്തിൽ ശകല ഉപ്പും ചാലിച്ച് ഇവൾക്ക് ഞാൻ കൊടുത്തു. എൻ്റെ കാശ് രൂപം ബാഗിലിരുന്നെടുത്ത് ഇവളുടെ ഉടുപ്പേ ഞാൻ കുത്തി കൊടുത്തു. അതിനുശേഷം ഇവൾക്ക് പനി വിട്ടുമാറാൻ തുടങ്ങി. 4 ദിവസം കഠിനമായ പനിയും, കയ്യിലൊന്നും നമുക്ക് തൊടത്തില്ല, വായിലേക്ക് കരിക്കും വെള്ളം ഒഴിച്ച് എൻ്റെ കൈ പൊള്ളുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ തന്നെ ഉള്ളതിനെ നോക്കാം, വേറെ ആരുമില്ല ഒരു ദിവസം ഒന്ന് മാറി നിൽക്കാൻ പോലും. ആ അവസ്ഥയിൽ ഇവളെ ഞാൻ ഈ 4-ാം പൊക്കം ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾക്ക് പനി വിടാൻ തുടങ്ങി. ഇവിടെ തലയെ കൈവച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, മാതാവ് എനിക്ക് ചോദിക്കാൻ വേറെ ആരുമില്ല, അമ്മ മാത്രമുള്ള എനിക്ക്. ഞാൻ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഒക്കെ മാതാവിനോട് എനിക്ക് തന്നേ മതിയാവൂ. എൻ്റെ കൊച്ചിന് ഈ മാസം 30-ാം തീയതിക്ക് പോയില്ലെങ്കിൽ ഈ കൊടുത്ത കാശുകളും എല്ലാം പോകും, കുഞ്ഞിന് പോകാനും പറ്റത്തില്ല. അതിലും അപ്പുറം ഈ കുഞ്ഞിനെയും കൂടെ ഞാൻ 1.5 മാസമായി ലിസിയിൽ കിടക്കുന്നു, ഇതിനൊരു മാറ്റവും ഇല്ല. എല്ലാ ബോംബെയിലൊരു ബ്ലഡ് ടെസ്റ്റ് നമ്മൾ വിട്ടു, അമൃതയെ കൊണ്ടൊരു ടെസ്റ്റ് വിട്ടു, വിടുന്ന ടെസ്റ്റുകളെല്ലാം നെഗറ്റീവ്, പനി മാത്രം കുഞ്ഞിന് മാറുന്നില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ അമ്മയുടെ മകളാണെങ്കിൽ എനിക്ക് അമ്മ കുഞ്ഞിന്
സൗഖ്യം കൊടുത്താലേ ഞാൻ സമ്മതിക്കത്തുള്ളൂ. സൗഖ്യം തരണം, എൻ്റെ കുഞ്ഞിനെ അമ്മ കയറ്റി വിടുകയും ചെയ്യണം. അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി ഒരു വിസ. അത് അവൾക്ക് കൊടുത്തേ മതിയാകൂ, അല്ലാതെ ഞാൻ സമ്മതിക്കത്തില്ല. ഈ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കണം. അമ്മ എന്നെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. 5-ാം പക്കം കുഞ്ഞിന് പനിയൊന്നുമില്ല. അങ്ങനെ 5 ദിവസം പിന്നെ നമ്മൾ ലിസിയിൽ കിടന്നു. കുഞ്ഞിന് പനിയൊന്നുമില്ലാതെ മിനിഞ്ഞാന്ന് നമ്മൾ ഡിസ്ചാർജായിട്ട് ഇവിടെ വന്നു. ഇന്ന് നമ്മൾ വന്നു സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുകയാണ്. 27-ാം തീയതി അവൾക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ദൈവകൃപയാൽ സുഖമായിട്ട് അവൾ പോകും. അമ്മ മാതാവ് അതിന് വഴിയൊരുക്കി ഇതുവരെ ഞങ്ങളെ കാത്തു സംരക്ഷിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇനി അമ്മയുടെ സാക്ഷികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു.